ക്രോഷെ ആദ്യമായിട്ട് പഠിക്കുന്ന ഒട്ടുമിക്ക പേർക്കുണ്ടാവുന്ന തെറ്റിദ്ധാരണയാണ് ഇത്രയധികം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ക്രോഷെ പഠിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. 10 രൂപന്റെ ഇതുപോലത്തെ ഒരു യാണും ഒരു ഹൂക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബേസിക്സ് ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് ക്രോഷെ ട്രൈ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക പേർക്കും റിലേറ്റബിൾ ആയിരിക്കും. ഏറ്റവും ആദ്യം എനിക്കുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? നമ്മുടെ സ്ലിപ്പ് നോട്ട് ടൈറ്റ് ആയി പോയിട്ട് ഹൂക്ക് അതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തുന്നതായിരുന്നു. അതേപോലെ തന്നെ ഉണ്ടായിരുന്ന വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ യാൺ ഓവർ ചെയ്യുമ്പോൾ താഴെ കൂടെ എടുക്കണോ മേലെ കൂടെ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അതൊക്കെ ഒരുവിധം സെറ്റ് ആക്കി വന്നപ്പോ അടുത്ത പ്രശ്നം ഇതായിരുന്നു. ചെയിൻ സ്റ്റിച്ച് ഒക്കെ കൂടെ ആകെ ചിലന്തി വല പോലെ കിടക്കുന്നത്. യാണിന്റെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ചില സ്റ്റിച്ച് ചെറുതും ചില സ്റ്റിച്ച് വലുതൊക്കെ ആയിരുന്നു. പക്ഷെ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ സെറ്റ് ആയി കിട്ടിട്ടോ. പിന്നെ എപ്പോഴും ഉണ്ടാവുന്ന വലിയൊരു പൊട്ടത്തരാണ് ഇത്രയും നമ്പർ ചെയിൻ സ്റ്റിച്ച് ഇടാൻ പറയുമ്പോൾ അത്രയും ഇട്ടിട്ട് അത് കൗണ്ട് ചെയ്യാൻ മറക്കല്. പിന്നെന്താ സംഭവിക്കണമെന്ന് പറയണ്ടല്ലോ, ആകെ കൂടെ ഒന്നായിട്ട് അയച്ചെടുത്തിട്ട് ഫസ്റ്റ് ഇട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ പറ്റാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ബേസിക്സ് ഒന്നും തന്നെ പഠിക്കാണ്ട് നേരെ പോയി ഒരു വീഡിയോ നോക്കി ചെയ്യാൻ നിന്നതാണ്. അങ്ങനെയും പഠിക്കാട്ടോ. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഫ്രസ്ട്രേഷൻ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നിർത്തി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കുറച്ച് ബേസിക്സ് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാട്ടോ. അപ്പൊ നാളെ മുതൽ നമുക്ക് അതിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക.